എല്ലാ പരീക്ഷയുടെയും സുതാര്യത നശിപ്പിച്ച ഒരു ഭരണ സംവിധാനം. ആ ഭരണ സംവിധാനത്തിന്റെ ധിക്കാരം, ധാർഷ്ട്യം ഇന്ന് അവസാനിച്ച കാഴ്ചയാണ് കണ്ടത്. മുട്ടുമടക്കിയിരിക്കുകയാണ്. ഈ സമരത്തെ പോലും തീവ്രവാദികളാണെന്നും ഇവർ ഭീകരവാദികളാണെന്നും ഒക്കെ പറഞ്ഞ് ഈ സമരത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ, സമരത്തെ ഇകഴ്ത്തിക്കാണിക്കാൻ, സമരത്തെ മോശമാക്കാൻ ഒക്കെ പരിശ്രമിച്ചുകൊണ്ടിരുന്നവർ അവസാന നിമിഷം വരെ രാജിവെക്കാതെ പിടിച്ചു നിൽക്കാൻ RSSകാരനായ ഈ വിദ്യാഭ്യാസ മന്ത്രി പരിശ്രമിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടു. ആ വിദ്യാഭ്യാസ മന്ത്രിയുടെ ദയനീയമായ പരാജയം ഈ നാടിന്റെ മുമ്പിൽ അദ്ദേഹം മുട്ടുമടക്കിയിരിക്കുന്നു. ഇത് രാജ്യത്തെ യുവജന വിദ്യാർത്ഥികളുടെ പോരാട്ടത്തിന്റെ വിജയമാണ്. ഈ നാട് ഈ വിജയം ആഘോഷിക്കേണ്ടതുണ്ട്. സംഘപരിവാരത്തിന്റെ ധിക്കാരത്തിനേറ്റ, കെടുകാര്യസ്ഥതയ്ക്കേറ്റ വലിയ തിരിച്ചടിയാണ് ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്നുള്ളതാണ് പറയാനുള്ളത്. അല്ല, വീണ്ടും ഈ സംഘപരിവാരത്തിന്റെ തെറ്റായ നയങ്ങളെ, പ്രത്യേകിച്ച് ഈ ടെസ്റ്റിംഗ് ഏജൻസി ഉൾപ്പെടെയുള്ളവർ, ഇതെല്ലാം ഇനിയിപ്പോ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു എന്നുള്ളത് നമുക്കറിയാം. ഇതിന്റെ ഒരു അക്കൗണ്ടബിൾ ആയിട്ട് ഒരാൾ, ഇതിന്റെ ചുമതലക്കാരൻ എന്നുള്ള നിലക്ക് അദ്ദേഹം ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെച്ചിരിക്കുകയാണ്. തുടർച്ചയായി ഈ വിദ്യാഭ്യാസ മേഖലയിലെ വിഷയങ്ങൾ, NEP ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, ഈ രാജ്യത്ത് വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്ന ശ്രമങ്ങൾ, ഇതെല്ലാം പരിഹരിക്കേണ്ടതുണ്ട്, പരിശോധിക്കേണ്ടതുണ്ട്. ഈ വിദ്യാഭ്യാസത്തെ ഇവരിലേക്ക്, സംഘപരിവാറിലേക്ക്, കേന്ദ്ര ഗവൺമെന്റിലേക്ക് കേന്ദ്രീകരിച്ച് കൊണ്ടുപോകുന്ന ഒരു വല്ലാത്ത സമീപനമുണ്ട്. അതൊക്കെയാണല്ലോ ഇത്ര വലിയ അഴിമതിയിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നത്. അവിടെയെല്ലാം പരിശോധന ഉണ്ടാകേണ്ടതുണ്ട്. അതെല്ലാം ഉന്നയിച്ച് വലിയ പ്രതിഷേധങ്ങളും ഇതെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ DYFIയും നേതൃത്വം കൊടുക്കും.